കാര്യമായി തന്നെ പരിക്കുള്ള ചില കുട്ടികളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആശുപത്രിയിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും വിവരങ്ങൾ, അപ്ഡേറ്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ടോ? നിലവിലിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അപ്ഡേഷൻ കിട്ടുന്നില്ല. ഇപ്പോൾ കുട്ടികളുടെ ചികിത്സ, കുട്ടികളുടെ പരിക്ക് അടക്കമുള്ള കാര്യങ്ങളാണ് അവർ പ്രത്യേകം ശ്രദ്ധ പാലിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ പോലീസ് സംഘങ്ങൾ ഈ ആശുപത്രിയിലേക്കടക്കം ആവശ്യമുണ്ടെങ്കിൽ സഹായം നൽകാനായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇതിൽ അല്പസമയം മുൻപ് സംസാരിച്ച നൌഷാദ് പറഞ്ഞത് തന്നെയാണ് കാര്യം ചെറിയ കുട്ടികളാണ്. ഈ കുഞ്ഞുങ്ങളുടെ ചില ഫോട്ടോസൊക്കെ നമുക്ക് പുറത്തുവിടാൻ കഴിയില്ല, കൊച്ചു കുഞ്ഞുങ്ങളാണെല്ലാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ തലക്കടക്കം പരിക്കേറ്റ നിലയിലാണ് ചിത്രങ്ങൾ കാണുന്നത്. അത് സ്വാഭാവികമായും ആ പരിക്ക് ഏത് വിധത്തിലാണെന്ന് അറിയാൻ കൂടുതൽ ചികിത്സ, കൂടുതൽ പരിശോധന അടക്കം അവർക്ക് നടത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നൌഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 20ഓളം കുട്ടികളെ, 20-നടുത്ത് കുട്ടികളെ 2 ആശുപത്രികളിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അതിൽ കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് 8 കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ പ്രാഥമിക ശുശ്രൂഷ അവർക്ക് നൽകി വരുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കാനില്ല. ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ കുട്ടികളുടെ എണ്ണം അടക്കം അത് അവിടെ പോലീസ് ഇപ്പോൾ എടുത്തു വരികയാണ്. മാത്രമല്ല, കുട്ടികൾ ചിലരുടെ പരിക്ക് കാര്യമായ പരിക്കുകളാണ്. അപ്പോൾ അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അടക്കം മാറ്റുന്ന ചില നീക്കങ്ങളിലേക്ക് ഒരുപക്ഷെ ഉടൻ പോലീസും അതേപോലെ തന്നെ സ്കൂൾ അധികൃതരും കടന്നേക്കും. ഈ പാപ്പാലയിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഈ അപകടം നടന്ന നിലമേൽ, നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക്, കൃത്യമായി പറഞ്ഞാൽ നിലമേൽ മാറാകുഴി എന്ന സ്ഥലത്തേക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ സ്കൂൾ അധികൃതർ ആശുപത്രിയിലേക്കും ഈ സംഭവം നടന്ന സ്ഥലത്തേക്കും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ, ഈ അപകടം നടന്ന അല്ലെങ്കിൽ ബസ് മറിഞ്ഞ സ്ഥലത്തെ കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ബസ്സിന് കാര്യമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിന്റെ ബേസ് ഒക്കെ ഇളകി പോകുന്നതും പുറകുവശം അപ്പാടെ ഇളകി പോകുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ പ്രധാന റോഡിൽ നിന്ന് ഏതാണ്ട് 20 മീറ്റർ താഴേക്കാണ് ഈ ബസ് മറിഞ്ഞത്. 3 കാരണത്തോളം ഈ ബസ് മറിഞ്ഞു എന്നുള്ള വിവരം കൂടി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നുണ്ട്. റിവേഴ്സ് എടുക്കുന്നതിനിടയിൽ ബസ്സിന്റെ ബ്രേക്ക് നിയന്ത്രണം വിട്ട് അത് കുഴിയിലേക്ക് മറിയുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ കുട്ടികളുടെ പരിക്ക് സംബന്ധിച്ച് മാത്രമുള്ള ആശങ്കയാണ് നമുക്കുള്ളത്. കാരണം കൊച്ചു കുഞ്ഞുങ്ങളാണ്, സ്വാഭാവികമായും അവർക്ക് കാര്യമായി ചെറിയ ഒരു ആഘാതമാണെങ്കിൽ പോലും അത് വലിയ പരിക്കുകളിലേക്ക് കാര്യങ്ങൾ പോകും. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഔദ്യോഗികമായ ഒരു കണക്ക് വരുന്നുണ്ട്. അത് ഈ കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി LP സ്കൂളിലെ 22 വിദ്യാർത്ഥികളായിരുന്നു ആ സ്കൂൾ ബസ്സിൽ ഉണ്ടായിരുന്നത്. ആ റൂട്ടിൽ പോകുന്ന 22 വിദ്യാർത്ഥികളായിരുന്നു ആ സ്കൂൾ ബസ്സിൽ ഉണ്ടായിരുന്നത്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ, ഈ സ്വകാര്യ ആശുപത്രി പ്രവേശിച്ച വിദ്യാർത്ഥികളെ കൂടി കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. കൂടുതൽ പരിക്കേറ്റ, അതായത് തുടർ പരിശോധനയിൽ കൂടുതൽ കാര്യമായി പരിക്കേറ്റ കുഞ്ഞുങ്ങളെ അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഏതായാലും അതൊരു വലിയ അപകടം തന്നെയാണ്. കാരണം 20 അടി താഴ്ചയിലേക്കാണ് ഈ ബസ് 3 കരണം മറിഞ്ഞ് താഴേക്ക് പോയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.